ഷെയ്ഖ് ഹസീനയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നിൽ പ്രവർത്തിച്ച ജൻസി വിപ്ലവം. ഈ ജൻസി വിപ്ലവത്തിന് പിന്നിലെ പ്രധാന ശക്തി ഇസ്ലാമി ചാത്തർ ഷിബിർ എന്ന് പറയുന്ന ബംഗ്ലാദേശി ജമായത്തെ ഇസ്ലാമിയുടെ ഒരു ഡിഫാക്റ്റോ ഓർഗനൈസേഷൻ ആയിരുന്നു, വിദ്യാർത്ഥി വിഭാഗമായിരുന്നു. ആ ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ്, ആ രീതിയിലുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ അവിടെ കൃത്യമായിട്ടുള്ള ഫുട് ഹോൾഡ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു സ്ലീപ്പർ സെൽ ISIയുടെ പാകിസ്ഥാൻ എംബസി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഉന്നത സൈനികരൊക്കെ ആ ഒരു സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിക്കുക, അതായത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ വിരുദ്ധത ആളിക്കത്തിച്ച് ഒരു പാവ ഭരണകൂടത്തെ, അതായത് ഒരു ഇസ്ലാമിസ്റ്റ് പാവ ഭരണകൂടത്തെ അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് സാധിക്കും. ഇപ്പോൾ തന്നെ അതിർത്തി കൃത്യമായിട്ട് നിരീക്ഷിക്കാനും അതുകൂടാതെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ISIയുടെ ഭാഗത്തു നിന്നും ബംഗ്ലാദേശിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബംഗ്ലാദേശി മത്സ്യബന്ധന ബോട്ടുകളുടെ കടന്നുകയറ്റം ഇന്ത്യൻ സമുദ്രാതിർത്തി ലംഘിച്ച് വരുന്നതെല്ലാം ഇപ്പോൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു വലിയ വിഷയം തന്നെയാണ്. കാരണം ആയിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് അതിർത്തി ഉണ്ട് ബംഗ്ലാദേശുമായി. പലയിടങ്ങളിലും പല പ്രശ്നങ്ങളുണ്ട്, അനധികൃത നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ബംഗ്ലാദേശിലെ നിലവിലെ സാഹചര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് ഇപ്പോൾ നടക്കുന്നത് കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ്. ഇത് പാകിസ്ഥാൻ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.